ഇതാണ് ഗോൾഡൻ ചാൻസ്. രണ്ടിനെ തട്ടിയേക്കാം. എന്തായാലും ഈ കാറുമായിട്ട് നമുക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. ആനകളും കാട്ടുപോത്തൊക്കെ വഴിയിലുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും രാജു? ഇന്ന് രാത്രി ഈ കാറിൽ തന്നെ കഴിച്ചു കൂട്ടാം. കാറിലോ? ആ, അതേ മാർഗമുള്ളൂ. ഈ പ്രദേശത്താണെങ്കിൽ റേഞ്ചും ഇല്ല. റേഞ്ച് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഏതെങ്കിലും വിധത്തിൽ പ്രോബ്ലം സോൾവ് ചെയ്യായിരുന്നു. രണ്ടെണ്ണം എൻ്റെ കെണിയിൽ വന്ന് വീണു. ഇന്ന് രാത്രിയില് ഈ കാറിൻ്റെ അകത്ത് തന്നെ രണ്ടിൻ്റെയും താമസം. കാറ് സഹിതം കൊക്കയിലേക്കും. കേസുമില്ല, പുക്കാറുമില്ല. ഈ കാട്ടിൽ വന്നിട്ട് നമുക്ക് സ്വസ്ഥതയില്ലല്ലോ രാജു. അനുഭവിക്കാനുള്ളത് അനുഭവിച്ചല്ലേ പറ്റൂ. വാ. പതുക്കെ. അയ്യോ രാജു, രാജു എനിക്ക് പേടിയാവുന്നു. ഏയ്, നീ പേടിക്കാതെ. അതങ്ങ് ദൂരെയാ, ഇങ്ങോട്ടൊന്നും വരില്ല. ഏയ്, നമ്മൾ രണ്ടുപേരെയും ഒരുമിച്ച് ചേർത്ത ദൈവം നമ്മളെ കാത്തോളം. ഋതു, പേടിക്കണ്ട. അത് വല്ല മാനോ മറ്റോ ഓടിപ്പോയതായിരിക്കും. രാജു, എനിക്ക് വിശന്നിട്ട് വയ്യ. സാധാരണ കാറില് ബിസ്ക്കറ്റും വെള്ളമൊക്കെ സൂക്ഷിക്കാറുള്ളതാ. ഇന്ന് അതുമില്ല. ഋതു, കാറിൽ കയറിയിരുന്നോ? ഞാനിപ്പോ വരാം. രാജുവിടെ പോവാ? വിശപ്പിനുള്ള പരിഹാരം ഞാൻ കണ്ടെത്താം. അതൊന്നും വേണ്ട, വിശപ്പ് ഞാൻ സഹിച്ചോളാം. അങ്ങനെ നീ ഇപ്പൊ വിശപ്പ് സഹിക്കണ്ട. രാജു വേണ്ട, പറയുന്ന കേക്ക്. വന്നേ, വാ. എന്നാ രാജു, രാജു ഞാനും വരാം. വേണ്ട രാജു, ഞാനും വരാം. രാജു, തൽക്കാലം ഋതു ഇവിടെ ഇരിക്കെ, ഞാനിപ്പോ വരാം. രാജു, രാജു അവിടെ ഇരിക്കേ. രാജു ഈ സമയത്ത് എങ്ങോട്ടായി പോകുന്നത്? യോ, രാജുവിന് വഴി തെറ്റല്ലേ? രാജു, മരം കോച്ചുന്ന മഞ്ഞോ. കാട്ടിലാണെങ്കിൽ കോട വീണിട്ടുണ്ട്. ക്യാമ്പ് ഫയർ തീയിട്ടല്ലോ. പിന്നെയാണെങ്കിൽ അനുമാനിച്ചും വരില്ല. രാജു, ഇവിടെ പാമ്പുണ്ടാവോ? ചെറിയ സൈസ് ഒന്നും കാണില്ല. മലമ്പാമ്പ്, രാജവമ്പാല, മൂർഖൻ, അതൊക്കെയാ. അയ്യോ, എഡ്വേർഡ് സാഹിബിന്റെയും മാർഗരറ്റ് മദാമയുടെ അനുഭവം നമുക്കുണ്ടാവോ രാജു? എന്തു പറ്റി വേണോട്ടാ? ഡേ, ആ ചായയിലാ പല്ലി വീണില്ലേ, അപ്പം മുതൽ തുടങ്ങിയതാ എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ.
എന്തോ ഒരു ദുസ്സൂചന പോലെ. വേണുവേട്ടന് അങ്ങനെ തോന്നിയെങ്കിൽ അതിലെന്തെങ്കിലും കാര്യം ഉണ്ടാവും. ദൈവമേ, കാട്ടുമൃഗങ്ങൾ നിറയുള്ള സ്ഥലത്തേക്കാ കുട്ടികൾ പോയിരിക്കുന്നേ. എടേ, നീ അങ്ങനെയൊന്നും പേടിക്കണ്ടടി. അങ്ങനെയൊന്നും സംഭവിക്കില്ല. വേണുവേട്ടാ, എന്തായാലും പിള്ളേരൊന്ന് വിളിച്ചു നോക്ക്. ആ, കിട്ടുന്നില്ല. ദൈവമേ, കുഞ്ഞുങ്ങൾക്ക് ഒരാപത്ത് വരുത്തരുതേ. ജേട്ടൻ രാജുവിനെ ഋതുമോളെ വിളിക്കാണോ? വിളി തുടങ്ങിയിട്ട് കുറെ നേരമായി, പക്ഷെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എന്റെ ഫോണിൽ റേഞ്ച് ഇല്ലാത്തോണ്ടാ നിന്റെ ഫോണെടുത്ത് വിളിക്കുന്നത്, പക്ഷെ ഇതിൽ നിന്ന് കിട്ടുന്നില്ല. ഛേ, ഒരു രക്ഷയില്ലല്ലോ. എന്തൊരു ദുരിതല്ലേ രാജു. എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയില്ലേ. ഇനി ഇതൊരു നെഗറ്റീവായിട്ട് എടുക്കാതെ പോസിറ്റീവായിട്ട് എടുക്കാൻ നോക്ക്. നമ്മുടെ ലൈഫില് ഇതുകൂടി അനുഭവിക്കണമെന്ന് ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ കരുതിയാ മതി. രാജു ചിരിക്കുന്നു. ഈ സിറ്റുവേഷനിൽ രാജുന് എങ്ങനെ ചിരിക്കാൻ തോന്നുന്നേ? ഋതു, ഏത് സിറ്റുവേഷനിലും ചിരിക്കുക എന്നത് ദൈവം തന്നൊരു അനുഗ്രഹ. ഈ സിറ്റുവേഷനിൽ കരഞ്ഞിട്ട് എന്താ കാര്യം? എന്തായാലും നമുക്കിങ്ങനെ പ്രണയത്തോടെ നിൽക്കാം. പ്രണയം എന്റെ ഉള്ളു കിടന്ന് പടപടാ നടിക്കുക. പടപടാന്നോ? അതെന്ത് റെഡിയാ? എഡ്വേർഡ് സായിപ്പിന്റെയും മാർഗരറ്റ് മദാമയുടെ അനുഭവം നമുക്ക് എന്തായാലും വരില്ല. അതെന്താ? ഋതിക മദാമയെ കടുവ എടുത്തോണ്ട് പോവില്ല. രാജു സായിപ്പ് മദാമയെ അന്വേഷിച്ച് കാട്ടിലേക്കും കയറില്ല. നമുക്കിന്നേ ഇവിടെ ബ്ലാങ്കറ്റ് വിരിച്ച് കിടക്കാം. അയ്യോ, വല്ല ആനക്കൂട്ടവും വന്ന് നമ്മളെ ചവിട്ടി മെതിച്ചിട്ട് പോയാലോ? മൃഗങ്ങൾ മനുഷ്യരെ പോലെ അത്രയ്ക്ക് മനസാക്ഷി ഇല്ലാത്തവരൊന്നുമല്ല. ഇതാണ് ഗോൾഡൻ ചാൻസ്. രണ്ടിനെ തട്ടിയേക്കാം.